INTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരിധിയിലെ എല്ലാ റീജിയണൽ കമ്മിറ്റികളും മെയ്ദിന റാലിയും സമ്മേളനവും നടത്തി. മണ്ഡലം കേന്ദ്രങ്ങളിലും തൊഴിൽശാലകളിലും യൂണിറ്റുകളിലും ഉൾപ്പെടെ 101 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. INTUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരിധിയിലെ എല്ലാ റീജിയണൽ കമ്മിറ്റികളിലും മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. മണ്ഡലം കേന്ദ്രങ്ങളിലും തൊഴിൽശാലകളിലും യൂണിറ്റുകളിലും ഉൾപ്പെടെ 101 കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി മെയ്ദിന സന്ദേശം നൽകുകയും ചെയ്തു. ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനം ഹരിപ്പാട്ട് വന്നപ്പോൾ ഇവിടെ തീവണ്ടിയുടെ ശൂളം വിളിക്കുന്നത് തൊട്ട് മുമ്പ് വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഭൂമി കൊടുത്തത് അത് ഇന്ത്യ ഗവൺമെന്റിനാണ്. ഇതെന്റെ കൂടിയുള്ള സ്ഥലമാണ്, നമ്മുടെ നാടിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമി കൊടുത്തതെങ്കിൽ നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഹരിപ്പാട്ട് കൂടിയും സ്വകാര്യ തീവണ്ടികൾ കടന്നു വരുവാൻ പോകുന്നു. അതിന് കരാറുകാരുമായി അവർ സന്ധി ചെയ്തിരിക്കുന്നു. വ്യോമസേനാ മേഖലയെ ഉൾപ്പെടെ എന്തിനു പറയുന്നു, പ്രതിരോധ മേഖലയിൽ ആയുധങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വകാര്യവൽക്കരണം അടിച്ചേൽപ്പിക്കുന്നു. കേരളത്തിലെ അപ്പുറത്ത് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു. നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായി കഴിയുമ്പോൾ ഇവിടെ ടോള് പിരിക്കുവാൻ പോകുന്നു. ആ ടോള് പിരിക്കുന്ന പല സ്ഥലങ്ങളിലും ആരാണ് ഈ ടോള് പിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ഇതെല്ലാം കോർപ്പറേറ്റ് കമ്പനികളാണ്. നമ്മുടെ ഈ റോഡിൽ കൂടി പോകുന്ന 108 ആംബുലൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അവിടുത്തെ തൊഴിലാളിയുടെ ശമ്പളം 12,000 രൂപയാണ് ഒരു മാസം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ നിയമമന്ത്രി മഹാനായ അംബേദ്കർ, ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിന്റെ കാവലാൽ മഹാനായ അംബേദ്കർ നിയമമന്ത്രിയായി ഈ രാജ്യത്ത് ഭരണഘടനയുണ്ടാക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിയമമുണ്ടാക്കി. ഇന്ത്യയിലെ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലയ്ക്കാൻ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്ന് ആ ഗവൺമെന്റിൽ അതിനായി ഒരു വകുപ്പുണ്ടാക്കി. ആ വകുപ്പിൽ അരുൺ ഷൂറി എന്നൊരു മന്ത്രി പ്രത്യേകമായി ഉണ്ടാക്കിയ സർക്കാരാണ് BJP സർക്കാർ. INTUC വള്ളികുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളികുന്നം കാഞ്ഞിരത്തുംമുട്ടിൽ നടത്തിയ പതാക ഉയർത്തലും മെയ്ദിന സന്ദേശം നൽകലും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. INTUC വള്ളികുന്നം മണ്ഡലം പ്രസിഡന്റ് വിജയൻ മലമേൽ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര KSRTC ജംഗ്ഷനിൽ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR മുരളീധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് മനോജ് ഓലകെട്ടി അധ്യക്ഷത വഹിച്ചു. ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിൽ INTUC ജില്ലാ പ്രസിഡന്റ് G ബൈജു ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. റീജിയണൽ പ്രസിഡന്റ് പുതുശ്ശേരി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUCയുടെ നേതാക്കൾ പങ്കെടുത്തു. ആലപ്പുഴയിൽ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് MK നിസാർ അധ്യക്ഷനായി. ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു. ചാരുമൂട് ജില്ലാ വൈസ് പ്രസിഡന്റ് PB ഹരികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് അനിൽകുമാർ ഗായത്രി മഠം അധ്യക്ഷത വഹിച്ചു. ചേർത്തലയിൽ DCC ജനറൽ സെക്രട്ടറി സജീവ് കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അരൂരിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അസീസ് പായിക്കാടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. റീജിയണൽ പ്രസിഡന്റ് KP ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കുട്ടനാട് എടത്തുവയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി VK സേവിയർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജോസി മണ്ഡൽ അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിയനുകളിൽ നിന്നും രാജിവെച്ച 5 പേർക്ക് അംഗത്വ വിതരണവും ഇതിനോടനുബന്ധിച്ച് നടത്തി. പുന്നപ്രയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി MV രഘു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഗോപി അധ്യക്ഷനായി. ചെങ്ങന്നൂരിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR സജീവനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. റീജിയണൽ പ്രസിഡന്റ് K ശിബുരാജൻ അധ്യക്ഷത വഹിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.